IPMAT IIM സീരീസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന IIM റോഹ്താക്കിനെ പറ്റിയാണ്. നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ ഉൾപ്പെടുന്ന ഏക IIM ആണ് IIM റോഹ്താക്ക്. ബൈ എയർ ആൻഡ് റെയിൽവേ ക്ലോസസ്റ്റ് മേജർ സിറ്റി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അതുകൊണ്ട് തന്നെ ക്ലോസസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഡൽഹി IGI എയർപോർട്ടും റെയിൽവേ സ്റ്റേഷൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. എയർപോർട്ടിൽ നിന്നും IIM ക്യാമ്പസിലേക്ക് ഓൾമോസ്റ്റ് 90 മിനിറ്റ്സ് ദൂരവും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും IIM റോഹ്താക്ക് ക്യാമ്പസിലേക്ക് ഓൾമോസ്റ്റ് 2 hours ട്രാവലുമാണ് ഉള്ളത്. IIM Rohtak has a 200-acre campus with state-of-the-art infrastructure and facilities. The academic block is equipped with latest audiovisual rooms, seminar halls, lecture theatres and other amenities. The residential areas include the hostel blocks, mess areas, sports complex, etc. Being close to Delhi, IIM Rohtak is also surrounded by many tourist attractions which the students can explore more. So, നമ്മൾ എല്ലാ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും let us see why IIM Rohtak. So, IIM Rohtak, as in every other IIM, was established as an institution of national importance and it was established in 2009. ഇനി rankings and awards എടുക്കുകയാണെങ്കിൽ IIM Rohtak was awarded Most Innovative Institute in North India at International Education Pride Awards 2021. And it was also awarded Most Promising Higher Education Institute in North India at Global India Education Forum conferred in Helsinki, Finland. And in the NIRF ranking, it ranks 21st in management institutions. And ivideyum, as in every other IIM, courses are taught by distinguished faculty and India and abroad. Not just Indian faculty, they are taught by faculty from abroad and also industry experts. In ividate teaching pedagogy അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് it is a series of all these things. അപ്പോൾ ഇതിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ it is a combination of you have lectures, case analysis, discussions, role plays, management games, project works. And you also have a highly immersive learning experience also in IIM Rohtak. Let us discuss about IPM or the Integrated Program in Management, which is offered by IIM Rohtak. അപ്പോൾ IIM ഇൻഡോർ ആണ് ആദ്യം ഓഫർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് അതിനുശേഷമാണ് IIM റോഹ്താക്കിൽ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2019. ഏകദേശം ഒരു 8 yearsന് ശേഷം IIM ഇൻഡോറിൽ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2011. And after 8 years ആണ് IIM റോഹ്താക്കിൽ ആദ്യമായിട്ട് ഈ IPM പ്രോഗ്രാം കൊടുക്കുന്നത്. ആൻഡ് ഇപ്പോ കറന്റ്ലി ദിസ് ഇയർ 2021 മുതലാണ് വേറെ 3 IIMസിലും കൂടി, അതായത് IIM ജമ്മു, IIM ബോധ്ഗയ ആൻഡ് IIM റാഞ്ചി, ഈ 3 IIMലും കൂടിയാണ് ഈ കൊല്ലം മുതൽ IPM പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. So IPMAT IIM program, ഇതിന്റെ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ എന്ന് പറയുന്നത് it consists of 15 terms spread over 5 years. So each year you have 3 terms of 3 months each. So ഇതിന്റെ ഒരു structure is also similar to IIM indoor and IPM program. And again ഇവിടെ first part, അതായത് first 3 years അതൊരു ഫൗണ്ടേഷൻ ലെവൽ ആയിരിക്കും. അപ്പോൾ so you are provided with foundation courses. And in the second part, അതായത് ലാസ്റ്റ് 2 yearsൽ നിങ്ങൾ എന്തായിരിക്കും MBA പ്രോഗ്രാം ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ PGP പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം. അത് ഈ CAT എഴുതി വരുന്ന MBA സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് 2 yearsഉം നിങ്ങൾ അവിടെ പഠിക്കുന്നത്. അപ്പോൾ IIMസിലെ ഈ IPM പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു കോംപ്രിഹെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോഗ്രാം സ്ട്രക്ചർ ആണ്. അതിന്റെ കൂടെ തന്നെ ദേ ഗിവ് വെരി മച്ച് ഇമ്പോർട്ടൻസ് ടു ഒരു ഇമ്മേഴ്സീവ് ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു റിയൽ ലൈഫ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനും IIMs എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സോ ഇവിടെയും യു ഹാവ് ഇന്റേൺഷിപ്പ് അറ്റ് ദി എൻഡ് ഓഫ് എവറി അക്കാഡമിക് ഇയർ. അതുപോലെ തന്നെ യു ഹാവ് എ റൂറൽ ഓർ സോഷ്യൽ ഇമോഷൻ പ്രോജക്ട്. ആൻഡ് അഗൈൻ യു ഹാവ് എ ബിസിനസ് ഇന്റേൺഷിപ്പ്, ബിസിനസ് ഓർ സോഷ്യൽ ഇന്റേൺഷിപ്പ് അറ്റ് ദി എൻഡ് ഓഫ് എവറി അക്കാഡമിക് ഇയർ. അപ്പോ ഇത് മൂന്നുമാണ് അപ്പോ ഓരോ ഇയറിലും ഇത് ഏതൊക്കെ ഇയറിലാണ് ഏതൊക്കെ പ്രോഗ്രാം വരുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പെർട്ടിക്കുലർ ഇയേഴ്സ് പ്രോഗ്രാം സ്ട്രക്ചറും നിങ്ങൾ ഫോളോ ചെയ്യുന്ന കരിക്കുലം. പക്ഷെ അറ്റ് ദി ഔട്ട്സെറ്റ് ഇത് 3 കാര്യങ്ങളും ആയിരിക്കും. യു ഹാവ് എവറി ഇയർ ഇന്റേൺഷിപ്പ്, ഇറ്റ് ക്യാൻ ബി സോഷ്യൽ ഇന്റേൺഷിപ്പ് ആൻഡ് ബിസിനസ് ഇന്റേൺഷിപ്പ്, ആൻഡ് യു ഓൾസോ ഹാവ് എ റൂറൽ സോഷ്യൽ ഇമോഷൻ പ്രോജക്ട്. ഇനി കരിക്കുലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതും ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ്. എന്നാലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഓരോന്ന് എടുത്ത് പറയുന്നത്. ഫൗണ്ടേഷൻ കോഴ്സസ്, അതായത് ഫസ്റ്റ് 3 yearsൽ
ഈ സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ വരാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. യു ഹാവ് സബ്ജക്ട്സ് ഫ്രം എവറിത്തിങ്, എല്ലാം നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ഹാവ് മാത്തമാറ്റിക്സ്, യു ഹാവ് എക്കണോമിക്സ്, യു ഹാവ് ഫിനാൻസ്, യു ഹാവ് ലോ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെ യു ഹാവ് സോഷ്യൽ സയൻസസ് ആസ് വെൽ, സോഷ്യോളജി ഉണ്ട്, ദെൻ മീഡിയ ആൻഡ് ജേർണലിസം ടച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ബിസിനസ് ഹിസ്റ്ററി, മാനേജ്മെന്റ്, സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഇത് ഭയങ്കര ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഫസ്റ്റ് 3 ഇയേഴ്സിൽ മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെ പോർഷൻസും എന്തൊക്കെ കാര്യങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റും അതെല്ലാം ഈ ഫസ്റ്റ് 3 ഇയേഴ്സിൽ ഇവർ കവർ ചെയ്യുന്നുണ്ട്. ഇനി PGP ലെവൽ, അതായത് ഈ ഫൈനൽ 2 ഇയേഴ്സ് വരുമ്പോൾ ഇത് കൂടുതൽ ഫോക്കസ് വിൽ ബി ഓൺ ദി മാനേജ്മെന്റ് സബ്ജക്ട്സ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഫൗണ്ടേഷൻ കോഴ്സസിൽ നിങ്ങൾ കുറച്ച് മാനേജ്മെന്റ് സബ്ജക്ട്സ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും PGP ലെവൽ എത്തുമ്പോഴായിരിക്കും അത് കുറച്ചും കൂടി ഒരു ഹയർ ലെവലിൽ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ കവർ ചെയ്യുന്ന കുറച്ച് കോഴ്സസ് എന്ന് പറയുന്നത് യു ഹാവ് ജനറൽ മാനേജ്മെന്റ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, HRM, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എക്സെട്ര. അപ്പൊ ഇതാണ് ഈ ഫൗണ്ടേഷൻ ലെവലിലും ഈ ഒരു PGP ലെവലിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സസ്. അക്കാഡമിക്സ് കൂടാതെ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ ഇവിടെയും IIMസിലെല്ലാം ഈ കോ കരിക്കുലർ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് ഈ IIMലെ ഈ ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അക്കാഡമിക് കോഴ്സസ് കൂടെ തന്നെ നിങ്ങളുടെ ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പബ്ലിക് സ്പീക്കിംഗ്, ക്രിയേറ്റീവ് റൈറ്റിംഗ്, പിന്നെ ഫോറിൻ ലാംഗ്വേജസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ചേഞ്ച് പ്രോഗ്രാംസും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഭയങ്കര വെൽ ക്വാളിഫൈഡ് ആക്കാൻ കൂടി വേണ്ടിയും ഈ ഫോറിൻ ലാംഗ്വേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഭയങ്കര ഒരു ഇമേഴ്സീവ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. യു ഹാവ് എ റൂറൽ സോഷ്യൽ ഇമേർഷൻ പ്രോജക്ട് ഓൾസോ അറ്റ് ദി എൻഡ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ആണെങ്കിലും ഈ സോഷ്യൽ ഇമേർഷൻ പ്രോജക്ട് ആണെങ്കിലും ഇതെല്ലാം നിങ്ങൾ യു ആർ ഓൾവേസ് ഇവാലുവേറ്റഡ് ഹിയർ. നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ഫൺ. ഇപ്പൊ ഈവൻ നിങ്ങൾക്ക് ഒരു എക്സ്കർഷൻ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് തന്നെ ഉണ്ടെങ്കിൽ പോലും അവിടെയും യു ആർ കോൺസ്റ്റന്റ്ലി ഇവാലുവേറ്റഡ്. നിങ്ങളുടെ ലീഡർഷിപ്പ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ പ്രോബ്ലം ഹാൻഡ്ലിംഗ് സ്കില്ല്, ഇതെല്ലാം ഇസ് കോൺസ്റ്റന്റ്ലി ബീങ് ഇവാലുവേറ്റഡ് ഹിയർ. ഇനി ഇതിന്റെ കോഴ്സ് ഫീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ IIMs ആർ കോസ്റ്റ്ലി. ഇപ്പൊ നമ്മൾ IIM ഇൻഡോറിൽ കണ്ട പോലെ തന്നെ ഇവിടെയും മോർ ഓർ ലെസ് ഏകദേശം സിമിലർ ആണ്, പക്ഷെ കുറച്ചൊരു ഹയർ ലെവലിലാണ്. ഇവിടെ ആസ് യു കെൻ സി ഫസ്റ്റ് 3 ഇയേഴ്സിൽ പെർ ആനം ഇറ്റ് ഇസ് അറൌണ്ട് 4 to 5 ലാഖിന്റെ ഇടയിൽ വരും ഫസ്റ്റ് 3 ഇയേഴ്സ് പെർ ഇയർ ആണ്. ആൻഡ് ഫൈനൽ ഇയർ PGPന്റെ കോഴ്സ് ഫീസ് എല്ലാ IIMസിലും ഒരു ഹയർ സൈഡിൽ തന്നെയാണ്. ഇവിടെ ഫോർത്ത് ഇയർ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ MBAന്റെ ഫസ്റ്റ് ഇയർ. ഇവിടെ ഇറ്റ് കോസ്റ്റ് അറൌണ്ട് 7,60,000 ആൻഡ് ഫൈനൽ ഇയർ എന്ന് പറയുന്നത് ഇറ്റ് കോസ്റ്റ് അറൌണ്ട് 8,40,000. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഇമേർഷൻ പ്രോജക്റ്റ് ഇതൊക്കെ വരുന്നത് ഈ ഫൈനൽ 2 ഇയേഴ്സിലായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് വരാം. അപ്പൊ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും ആ ഒരു ഫാക്കൽറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു എക്സ്പോഷറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫീസ് നമുക്ക് അത്രയും ഒരു ഭയങ്കര ഒരു ഹ്യൂജ് കോസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻസിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. യു ക്യാൻ അവെയിൽ ഈസി സ്റ്റുഡന്റ് ലോൺസ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ യു ഹാവ് മെനി ബാങ്ക്സ് വെയിറ്റിംഗ്. അവര് ഇൻസ്റ്റന്റ് ആയിട്ട് സ്റ്റുഡന്റ് ലോൺസ് തരാൻ. ബിക്കോസ് ആഫ്റ്റർ യു ഗെറ്റ് ഔട്ട് ഓഫ് എൻ IIM, ഈവൻ ബിഫോർ യു പാസ് ഔട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അത്രയും ഒരു ഹൈ ലെവലിലായിരിക്കും നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് കിട്ടുക. ഈവൻ ഇനിയിപ്പോ അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് കാണാം പെർ ആനം ഹയസ്റ്റ് CTC ഒക്കെ എത്രയാണ് ഒരു IIM സ്റ്റുഡന്റ് വരുന്നത് എന്ന്. അപ്പൊ ആ ഒരു ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക്സ് ഒക്കെ they will be like more than happy to provide you with loans. അതുകൂടാതെ തന്നെ നമുക്ക് പ്രൈവറ്റ് കുറെ ഓർഗനൈസേഷൻസ് ദേ പ്രൊവൈഡ് ഇങ്ങനത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ യു ഹാവ് മെനി ഫിനാൻഷ്യൽ ഓപ്ഷൻസ് അവൈലബിൾ. ആൻഡ് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ അത് എങ്ങനെ ഏതൊക്കെ ചൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ് ദെൻ വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിലും ഇത് കോസ്റ്റ് ഓർത്ത് നമ്മളിത് ജോയിൻ ചെയ്യാതിരിക്കരുത്. യു ഹാവ് മെനി ഓപ്ഷൻസ് ടു ഫിനാൻസ് ദി കോഴ്സ്. ഇനി പ്ലേസ്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫൈനൽ പ്ലേസ്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആൻഡ് സിൻസ് IPM പ്രോഗ്രാം 2019 സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ആ IPM സ്റ്റുഡൻസിന്റെ ഫൈനൽ ആ ഒരു ഇതുവരെ ബിക്കോസ് അവർ ഇതുവരെ പ്ലേസ്മെന്റിൽ ഇരിക്കാറായിട്ടില്ല. ഈ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവിടുത്തെ PGP പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ IPM പ്രോഗ്രാമിലാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ
നിങ്ങൾ 5th ഇയർ കഴിയുമ്പോഴും ഈ PGP അല്ലെങ്കിൽ MBA സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയായിരിക്കും നിങ്ങൾ പ്ലേസ്മെന്റ്സ്. അപ്പോ കറന്റ്ലി IIM റോത്താക്കില് PGP സ്റ്റുഡൻസിന്റെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇവിടെ IIM റോത്താക്കിൽ ഹയസ്റ്റ് CTC വന്നിട്ടുള്ളത് 22.8 lakhs per annum ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ഓൾമോസ്റ്റ് 2 lakhs. അപ്പോ IIMസിൽ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം യു ഗെറ്റ് 1 lakh ഫോർ ഷുവർ. ആൻഡ് ഒരു മീഡിയം ഒരു ലെവൽ ആണെങ്കിൽ പോലും ഈവൻ ഹയസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും യു ഗെറ്റ് എ വെരി ഡീസെന്റ് സാലറി ഹിയർ. ആൻഡ് ഇവിടെ ആവറേജ് CTC എന്ന് പറയുന്നത് 13.74 lakhs per annum ആണ്. അതും എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 1.1 lakh in 15,000 20,000 ആ റേഞ്ച് പെർ മന്ത്. സോ ദാറ്റ് ഈസ് ദി സാലറി യു വിൽ ബി റിസീവിംഗ്. ഇനി ഇൻഡസ്ട്രി വൈസ് പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കൺസൾട്ടിങ് സെക്ടറിൽ തന്നെയാണ് ഹയസ്റ്റ് പ്ലേസ്മെന്റ് വന്നിട്ടുള്ളത്, അറൌണ്ട് 26%, ആൻഡ് IT 24%. Then you have banking 12%, you have education at 15%, then banking at 12%. ഇനി നമുക്കിത് ഓരോ സെക്ടർ വൈസ് ഏതൊക്കെയാണ് കമ്പനീസ് അല്ലെങ്കിൽ പ്രോമിനന്റ് റിക്രൂട്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. So these are the prominent recruiters. ഈ കൊല്ലം IIM റോത്താക്കിൽ പ്ലേസ്മെന്റ് കൊടുത്ത പ്രോമിനന്റ് റിക്രൂട്ടേഴ്സ് ഇവരൊക്കെയാണ്. So we have a lot of top companies. We have Deloitte, Cognizant, Capgemini, then we have Byju's, Decathlon, KPMG, then banking you have Yes Bank, ICICI Bank, NPCI, etc. So ഇവരൊക്കെയാണ് പ്രോമിനന്റ് റിക്രൂട്ടേഴ്സ് ഇത്തവണ IIM റോത്താക്കിൽ വന്നത്. ഇനി ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോ ഞാനൊരു ജനറൽ ഐഡിയ മാത്രം തരുന്നുള്ളൂ, ബിക്കോസ് വി വിൽ ബി ഹാവിംഗ് മോർ വീഡിയോസ് ഓൺ യു ഹാവ് ദി എക്സാം IPMAT പ്രോസസ്, പ്രൊസീജിയർ, സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണ്, ഹൗ ടു സ്റ്റഡി, ഇതിനെല്ലാം ഓരോ വീഡിയോസ് വരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രം തരുന്നുള്ളൂ. Okay, so first step എന്ന് പറയുന്നത് it is the application form and which meets the criteria അല്ലെങ്കിൽ eligibility mentioned. And then you have the IPMAT അല്ലെങ്കിൽ ഇവിടെ IIM റോത്താക്കിന്റെ IPMAT അല്ലെങ്കിൽ IPM ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സ്കോർ ആണ് ഇവിടെ ഇവർ നോക്കുന്നത്. So you have two IPMATs. You have IPMAT ഇൻഡോർ ആൻഡ് IPMAT റോത്താക്ക്. അപ്പൊ റോത്താക്കിൻ്റെത് സെപ്പറേറ്റ് ആണ്, ഇൻഡോറിന്റെ സെയിം അല്ല. അപ്പൊ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആൻഡ് ദെൻ യു ഹാവ്, അപ്പോൾ അതിൽ നിന്നുമുള്ള സ്കോറും കാര്യങ്ങളും എടുത്തിട്ടായിരിക്കും, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും യു വിൽ ബി കോൾഡ് ഫോർ ദി പേഴ്സണൽ ഇന്റർവ്യൂ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതിന്റെ എല്ലാം കൂടി ഒരു കോമ്പസിറ്റ് സ്കോർ വെച്ചിട്ടായിരിക്കും നിങ്ങളെ ഫൈനൽ റിസൾട്ട് വരിക. അപ്പോൾ ഈ മൂന്നെണ്ണാണ് ഒരു ബേസിക് ഒരു ഔട്ട്ലൈൻ അഡ്മിഷൻ പ്രോസസ്സിന്റെ. യു ഹാവ് ദി ആപ്ലിക്കേഷൻ, യു ഹാവ് ദി IPMAT എക്സാം, ആൻഡ് ദെൻ ഫൈനലി യു ഹാവ് ദി പേഴ്സണൽ ഇന്റർവ്യൂ. സ്കൂൾ ടു IIM IPM അറ്റ് IIM സീരീസിൽ ഇനിയും ഇതുപോലെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സും ഒരു എൻറ്റയർ ഒരു വാക്ക് ത്രൂ, ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് അപ്ലൈയിങ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. സ്കൂൾ ടു IIM IPMAT JIPMAT ഓൺലൈൻ കോച്ചിംഗ് പ്രോഗ്രാം +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡൗൺലോഡ് ദ സ്കൂൾ ടു IIM ആപ്പ് നൗ. For more details, you can contact us using the links below.